ഗോമതേച്ചി പറഞ്ഞ സത്യ. മുത്തശ്ശി കാണിച്ചത് നല്ല ഒന്നാം തരം നാടകം. പണ്ട് ഞങ്ങളുടെ കൊച്ചുനാളിൽ വൈകിട്ട് പറമ്പിൽ കളിക്കാൻ പോകുമ്പോ ചില പിള്ളേർ ഭയങ്കര വികൃതി കാണിക്കും. ചിലപ്പോൾ കൂടെയുള്ളവരെ തള്ളിയിടുകയും തലയടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ നേരെ അവന്റെ അച്ഛൻ്റെ അടുത്ത് കംപ്ലൈന്റ് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ നമ്മളെ കാണിക്കാൻ അവനിട്ട് നോവാത്ത രീതിയിൽ 4-5 അടി കൊടുക്കും. എന്തിനാ? നമ്മൾ അവന്റെ ദേഹത്ത് കൈവയ്ക്കാതിരിക്കാൻ. ഈ പഴയ ടെക്നിക്കാ ഇവിടെ മുത്തശ്ശൻ കാണിച്ചത്. നമുക്കിതൊന്നും മനസ്സിലാവില്ലെന്ന മുത്തശ്ശിയുടെ വിചാരം. അവനെ എവിടുന്ന ദത്തേട്ടൻ കണ്ടുപിടിച്ചത്? അത് പിന്നെ വഴിയിൽ വെച്ച്. വഴിയിൽ അവൻ വന്നങ്ങ് നിന്ന് തരായിരുന്നോ? എന്നെ പിടിച്ചോ ദത്തനളിയെന്ന് പറഞ്ഞു. എടീ, അവനും അവന്റെ കൂട്ടുകാരനും കൂടെ വരുമ്പോ ഞാൻ വഴി തടഞ്ഞു. അവരാ വഴി വരുന്നു ദത്തേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഞാനും ആ വഴി വന്നു. എന്നോട് ദത്തേട്ടൻ എന്നു മുതലാ കള്ളം പറഞ്ഞു തുടങ്ങിയത്? ഈ മുഖം കണ്ടാൽ അറിയില്ലേ എന്തോ കുഴപ്പമുണ്ടെന്ന്? നേര് പറ ദത്തേട്ട, ശരിക്കും എന്താ സംഭവിച്ചത്? ഒരു കാരണവശാലും നീ ഇത് മുത്തശ്ശിയോട് പറയരുത്. മുത്തശ്ശി അറിഞ്ഞ സഹിക്കില്ല. ഭാഗ്യം കൊണ്ട് മാത്രം അവൻ ജീവനോടെ രക്ഷപ്പെട്ടത്. ഈശ്വര, എന്താ ദത്തേട്ട സംഭവിച്ചത്? ഏതോ ഒരു അജ്ഞാതൻ അവനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഈശ്വര, എന്നാലും അതാരാണെന്ന് അറിയാൻ എന്താ വഴി? അവനെ പൊക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും ഇതിവിടെ ആരും അറിയാൻ പാടില്ല. ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദത്തേട്ട, ഇതിങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾ അവനെ തേടി നാളെ ഈ വീട്ടിലോട്ട് വന്നാലോ? ആരും എങ്ങോട്ടും വരാൻ പോകുന്നില്ല. നീ നോക്കിക്കോ, അവനെ ഞാൻ പൊക്കും. ആദ്യം സേഫായി ഡൽഹിക്ക് പറഞ്ഞയക്കുകയും ചെയ്യും. ദത്തേട്ട, നീ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തേക്ക്. അവനെ വിളിക്കും. ഇതിപ്പോ പറഞ്ഞ കുഴപ്പമായോ? നീ ഒന്ന് ചെല്ലന്റെ ഭാര്യയെ. ദേ, വിശന്ന മനുഷ്യന്റെ